നമ്മുടെ അവസ്ഥ ഇപ്പൊ ശൂന്യതയുടെ അവസ്ഥയായിരിക്കാം. പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ലാതെ നമ്മൾ ആകെ ഭാരപ്പെട്ട് ഇനി മുന്നോട്ട് എങ്ങനെ പോകും, ഇനി എങ്ങനെ എന്റെ ജീവിതം മുന്നോട്ട് പോകും, ഈ ശൂന്യതയിൽ എന്നെ സഹായിക്കുവാൻ ആരുണ്ട്, എന്റെ കയ്യിൽ ശേഷിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്, ഇതുകൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ടുള്ള വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കും എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം ഇന്ന് വാൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായമാണ്. ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമായി കാണപ്പെടുന്ന അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ ഒരു ഇൻസിഡന്റ് പറയുന്നത് ഈ 6-ാം അധ്യായത്തിലാണ്. ഈ 6-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഞാനൊന്ന് വായിക്കാം. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. ശ്രദ്ധിക്കണം, ഇങ്ങനെയാണ് ആ ഭാഗം പറയുന്നത്. യേശു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. അപ്പൊ യേശുവിന്റെ അടയാളങ്ങൾ കണ്ട്, യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ട് അതറിയുവാനും അതിനെപ്പറ്റി ആ ഒരു അത്ഭുതങ്ങൾ കാണുവാനും ഈ അതിശയം കാണുവാൻ, അല്ലെങ്കിൽ യേശുവിന്റെ അത്ഭുതങ്ങൾ, യേശുവിന്റെ പവറും ഒക്കെ ഒന്ന് കാണുവാനായിട്ട് യേശുവിനെ അനുഗമിച്ച ഒരു കൂട്ടം പുരുഷാരത്തെ നമുക്ക് ഈ 6-ാം അധ്യായം തുടങ്ങുമ്പോൾ കാണുവാൻ കഴിയും. അതിനുശേഷമാണ് യേശുവിന്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് വന്നിരുന്നവർക്ക് വിശക്കുന്നു എന്ന് യേശു മനസ്സിലാക്കി യേശു 5 യവത്തപ്പവും 2 മീനും ഒരു ബാലന്റെ കയ്യിൽ നിന്ന് മേടിച്ച് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചു. 12 കൊട്ട നിറച്ച് ജനത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുന്ന ഭാഗം അതിനുശേഷമാണ് പറയുന്നത്. അപ്പോൾ ഒരു ബാലന്റെ കയ്യിലിരുന്ന ഒരു 5 യവത്തപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ, ബാക്കിയുള്ളവരെ പോഷിപ്പിച്ചിട്ട് 12 കൊട്ട മിച്ചം വരുത്തി അത് 12 കൊട്ട നിറച്ചെടുത്ത് സകല ജനവും തൃപ്തന്മാരാക്കി തീർത്ത ഒരു അത്ഭുതത്തെ നമുക്ക് 6-ാം അധ്യായം തുടങ്ങുമ്പോൾ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ബാലന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും. കുഞ്ഞുങ്ങളുടെ സ്വഭാവം നമുക്കറിയാം, അവരെപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഇനി അല്ല എങ്കിൽ പോലും കുഞ്ഞുങ്ങള് പിച്ച് പറിച്ചുമൊക്കെ വെക്കുന്ന ഒരു ആഹാര രീതിയാണ് അവരുടെ രീതി. പക്ഷെ അത്രയും ദിവസങ്ങൾ ആ യേശുവിന്റെ പ്രസംഗം കേട്ടിട്ടും അതൊന്ന് ഓപ്പൺ ആക്കി ഒന്ന് കഴിക്കുവാനോ നോക്കുവാനോ ഒന്നും ആ കുഞ്ഞിന് മനസ്സ് വന്നില്ല. കാരണം അത്രമാത്രം യേശുവിന്റെ പ്രസംഗത്തിൽ ആ കുഞ്ഞ് അത്ഭുതത്തോടുകൂടി യേശുവിനെ നോക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷമാണ് ആരുടെയും കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശിഷ്യന്മാർ അന്വേഷിക്കുമ്പോൾ ഈ ബാലന്റെ കയ്യിലുള്ള ഈ 5 അപ്പവും 2 മീനും യേശുവിന്റെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കുന്നത്. യേശു അതിനെ എന്താണ് ചെയ്യുന്നത്? അതിനെ കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ചു. 5000 പുരുഷന്മാരും അവിടെ കൂടി നിരുന്ന ജനത്തിന് മുഴുവനും തിന്ന് തൃപ്തരാക്കുക മാത്രമല്ല 12 കൊട്ട ശേഷിപ്പിച്ച് അതിനെ കളക്ട് ചെയ്യുവാനും ദൈവം ഇടയാക്കി. പ്രിയ ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ ഇപ്പൊ ശൂന്യതയുടെ അവസ്ഥയായിരിക്കാം. പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ലാതെ നമ്മൾ ആകെ ഭാരപ്പെട്ട് ഇനി മുന്നോട്ട് എങ്ങനെ പോകും, ഇനി എങ്ങനെ എന്റെ ജീവിതം മുന്നോട്ട് പോകും, ഈ ശൂന്യതയിൽ എന്നെ സഹായിക്കുവാൻ ആരുണ്ട്, എന്റെ കയ്യിൽ ശേഷിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്, ഇതുകൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ടുള്ള വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കും എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ സന്ദേശം എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്തുമായിക്കൊള്ളട്ടെ അത് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. യേശുവിന്റെ കയ്യിലേക്ക് അത് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതുകൊണ്ട് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയും. അവർ തിന്നു തൃപ്തരാകുക മാത്രമല്ല 12 കൊട്ട നിറച്ചെടുക്കുവാനും ദൈവം സഹായിച്ചു. അതുപോലൊരു അത്ഭുതം യേശു ആ ജനത്തിന് മീതെ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശിഷ്യന്മാർ കടല് കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാൽ അവർക്ക് ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ കാറ്റ് പ്രതികൂലമായി പടകിനെ വലയ്ക്കുന്ന സമയത്ത് കടലിൻ മീതെ നടന്നു വരുന്ന ഒരു യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ പലരും പല രീതിയിൽ പറയുന്നതും അതിന്റെ ആഴമേറിയ മർമ്മങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടന്നു വരുമ്പോൾ യേശു കർത്താവ് കടലിന് മീതെ കടന്നു വരുമ്പോൾ യേശുവിനെ നോക്കിക്കൊണ്ട് അവർ ഭയപ്പെട്ട് ആകെ ഭ്രമിച്ചു നിൽക്കുന്ന സമയത്ത് യേശു പറയുകയാണ്, ഞാനാകുന്നു, പേടിക്കണ്ട. ആ സമയത്ത് യേശുവിനെ അവരിങ്ങനെ പറഞ്ഞ് 21-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും, അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. യേശു ആണെന്നറിഞ്ഞപ്പോൾ
അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. അപ്പോൾ ഒരു താല്പര്യം വന്നില്ല. യേശുവിനെ അവരുടെ പടകിലേക്ക് കയറ്റുവാനായിട്ട് ശിഷ്യന്മാർക്ക് ഒരു താല്പര്യം വന്നു, ഒരു ഇച്ഛ വന്നു അല്ലെ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുവാൻ, അല്ലെങ്കിൽ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റുവാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത വാക്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിച്ചേർന്നു. യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യേശുവിന് നമ്മളെ എത്തിക്കുവാൻ കഴിയും. പ്രിയ ദൈവജനമേ, നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ, നിങ്ങൾ ആയിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, നിങ്ങളുടെ ജീവിതമാകുന്ന പടങ്ങിലേക്ക് യേശുവിനെ കയറ്റുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൈ പിടിച്ച് അതിലേക്ക് എത്തിക്കുവാനായിട്ട് യേശു മതിയായവനാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും യേശുവിനെ കടക്കുവാൻ നിങ്ങൾ മനസ്സ് മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സുവർണാവസരമാണ്. നിങ്ങൾ യേശുവിനെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.